പരീഷ്, ഞാൻ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയായ എൻ്റെ ചിറ്റമ്മയുടെ കാരണമാണ് ഇവിടെ എത്തിപ്പെടാൻ കാരണം എൻ്റെ അമിതമായ മദ്യപാനമായിരുന്നു. 32 വർഷത്തെ മദ്യപാനം, അത് കാരണം കൊണ്ടാണ് ഞാനിവിടെ എത്തിപ്പെട്ടത്. ഞാനിവിടെ അടുത്തുണ്ടായിട്ട് പോലും എനിക്ക് ഈ പള്ളിയെപ്പറ്റി അറിയില്ലായിരുന്നു. ഞാനിവിടെ ആലപ്പുഴ ULCCയിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് വർക്കിന് ഞാനിവിടെ തന്നെ അടുത്തുണ്ടായിട്ട് പോലും എനിക്കറിയില്ല. ആ സമയത്തൊക്കെ കുടീൻ്റെ ഉന്മാദാവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിലായി. കല്യാണം കഴിഞ്ഞ് ഈ കുടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അച്ഛന് ഇങ്ങനെയൊക്കെ ഒരു വിസ സംഘടിപ്പിച്ച് സൗദി അറേബ്യ പറഞ്ഞയച്ചു. അവിടെ പോയാൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്താ ചെയ്യുക, നിൻ്റെ നിർഭയം കൊണ്ട് അവിടെ നിന്നും കള്ളുകൂടി തന്നെയായിരുന്നു. തിരിച്ചു വന്ന് കല്യാണം കഴിഞ്ഞാൽ നേരാവുമെന്ന് വിചാരിച്ച് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ. പിന്നെ ഭാര്യയെ കൂട്ടാൻ രാത്രി 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി കൂട്ടാൻ പോയിരുന്ന ഞാൻ എന്നെ കൂട്ടി കൊണ്ടുവരേണ്ട അവസ്ഥ, ബോധമില്ലാതെ അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആയിപ്പെട്ടിരുന്നു. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അറിഞ്ഞും കൊണ്ടും മരുന്ന് കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ എല്ലാവരും കൂടി അറിയാതെ തന്നെ എനിക്ക് മരുന്ന് തന്നിട്ടുണ്ട്. പക്ഷേ അത് മരുന്ന് ഞാൻ അറിയാതെ കഴിക്കില്ല. കഴിച്ചിട്ട് പിന്നെ കുടിക്കുമ്പോഴും ഞാൻ ഛർദ്ദിച്ച് ഒഴിവാക്കുക. പക്ഷെ എന്നാലും എൻ്റെ കുടിയിൽ നിന്ന് മാറ്റം വരില്ല. ഛർദ്ദിക്കുമ്പോൾ എനിക്ക് കുടൽ പറഞ്ഞു വരുന്ന വരെ വേദന ഉണ്ട്, അസഹ്യമായ വേദന. എന്നാലും ഞാൻ കുടിയിൽ നിന്ന് ഒഴിവായില്ല. അത്രയും അഡിക്റ്റായി പോയിരുന്നു ഞാൻ കുടിയിൽ. പിന്നെ എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഒരു പിടുത്തമില്ല. എൻ്റെ അമ്മയാണെങ്കിൽ സ്വന്തം അമ്മ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കത്തോലിക്ക ചർച്ചുണ്ട്. അവിടെ അമ്മ യേശുവിൻ്റെയും മാതാവിൻ്റെയും ഭയങ്കര വിശ്വാസിയായിരുന്നു. അവിടെ പോയി ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുടി മാറാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ശരിയായില്ല. അതേമാതിരി സൗദിയിൽ പോയിട്ട് ഞാൻ 1999 പോയിട്ട് രണ്ടാമത് തിരിച്ചു വരുന്നത് 2008 എൻ്റെ കുടി കാരണം ഒരു പൈസ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, തിരിച്ചു വരാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ പള്ളിയിൽ പോയി അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരുന്നവരും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും 2008 ലാസ്റ്റാണ് ഞാൻ വരുന്നത്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കൂടിയും കൂടുതലായിട്ട് ഇങ്ങനെ പള്ളിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി അന്ന് എൻ്റെ സൈറ്റിൽ എനിക്ക് പ്രാർത്ഥനയൊന്നും കൊണ്ടുപോകാൻ ദിനചര്യയായിട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് അമ്മ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത്. അമ്മ ഏറ്റെടുത്ത് ഇവിടുന്ന് ഞങ്ങളിവിടുന്ന് ഉടമ്പടിയൊക്കെ ഏറ്റെടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി. എനിക്ക് സൈറ്റിൽ അന്ന് പണി കുറഞ്ഞ് ഭാര്യ പിണങ്ങിപ്പോയി. എനിക്കൊരു നിബന്ധന വെച്ചു, ഞങ്ങൾക്ക് 16 വർഷമായിട്ട് കുട്ടികളില്ലാത്തത് കൊണ്ട് ഒരു 10 മാസം കൊണ്ട് 1,00,000 രൂപ, മാസം 10,000 രൂപ വെച്ചിട്ട് 10 മാസം കൊണ്ട് 1,00,000 രൂപ ഉണ്ടാക്കിയാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. അങ്ങനെ ആണെങ്കിൽ മാത്രം ഒരുമിച്ച് തീരുമാനിക്കാം. അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി എന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതെനിക്ക് മാതാവ് വെളിപ്പെടുത്തി തന്നു നേരിട്ട്. അങ്ങനെ അവൾക്കറിയാം 10,000 പോയിട്ട് ഒരു മാസം എനിക്ക് 1,000 രൂപ മിച്ചം വെക്കാൻ കഴിയില്ല. അങ്ങനത്തെ കുടിയാണ് എൻ്റെ കുടി. അതുകൊണ്ട് അവൾക്കറിയാം. അതപ്പം ഞാൻ പറഞ്ഞു നോക്കാം, ഞാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു അവളെ അക്കൗണ്ടിലേക്ക് ഞാൻ ആദ്യം അയക്കാമെന്ന് പറഞ്ഞു. നിൻ്റെ അടുത്ത് വെച്ചാൽ ശരിയാവില്ല, അത് പറ്റൂല, നിങ്ങൾ വെക്കണം, നിങ്ങൾക്കൊരു ഉത്തരവാദിത്ത ബോധം വരണം. അതെനിക്കുണ്ടാവില്ല എന്ന് എനിക്കും അറിയാം. എന്ത് ചെയ്യണമെന്നറിയാം, നോക്കാമെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെയാണ് ഞാൻ ഈ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് പോയി കുടിച്ച് ഞാൻ കൂടെ തിരിച്ച് എൻ്റെ പണി പോയാൽ മട്ടായി. പിന്നെ അത് രണ്ടാമത് കിട്ടി. ആ പോണ വഴിക്ക് ഞങ്ങൾ തിരിച്ച് പോണ വഴിക്ക് യാദൃശ്യമായി ഞങ്ങളുടെ ULCC ലീഡറെ കണ്ട് പിന്നെ വിളിച്ചു പറഞ്ഞ് പണിക്ക് കയറാൻ. ആ സമയം കയറാൻ എനിക്ക് 2 ദിവസം നിൽക്കുകയാണ് ഞാൻ പിന്നീടും കുടിച്ചിട്ട് അമ്മ പിന്നെ പൊട്ടിക്കരഞ്ഞ് നെഞ്ഞത്തടിച്ചിട്ട്, അന്നേരം ഞാൻ കുടിച്ചില്ല. അത് തലേന്ന് ഞാൻ രാവിലെ കുടിച്ചതിൻ്റെ ഇത് തീർത്തിട്ട്, എൻ്റെ മാതാവേ, ഞാനോട് എന്തിനു വേണ്ടിയാണ് എൻ്റെ ഉടമ്പടി എടുത്തത്, എൻ്റെ മകനെ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മകൻ പിന്നെയും കുടിക്കാനുള്ളൂ എന്ന് പറഞ്ഞ് നെഞ്ഞത്തടിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ കൈയൊക്കെ പിടിച്ച് വെച്ച് അമ്മ കുറേ കരഞ്ഞ് എന്നെ കാണണ്ട പോകുമെന്ന് പറഞ്ഞ്. അന്ന് ഞാൻ പിന്നെ ഇറങ്ങിപ്പോയി. ഞാൻ കുടിച്ചു ബോധമില്ലാതെ കുടിച്ചു. പിറ്റേന്ന് രാവിലെ എനിക്ക് അത് 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നാൽ മതി. രാത്രി ഞാൻ വണ്ടി കയറി നേരെ ആലപ്പുഴ ഇറങ്ങി നേരെ ഇവിടെ വന്നു. ഉടമ്പടി ഞാനങ്ങെടുത്ത് സ്വന്തം എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടും സൈറ്റിൽ കയറിയിട്ടും എൻ്റെ 1/9/2023 സെപ്റ്റംബർ മാസം
1-ാം തീയതി ഞാൻ എടുത്തു. പക്ഷേ കുടി നിന്നില്ല. എൻ്റെ ഈ പ്രാർത്ഥന പോകേണ്ടില്ല. ലാസ്റ്റ് 15-ാം തീയതി ഞാനും വിളിച്ച അമ്മയോട് യേശുവിനോട് പറഞ്ഞു, ചെറുപ്പത്തിൽ ഞാൻ ഈ കത്തോലിക്ക സഭ ഈ പള്ളിയിൽ പോയത് ഞാൻ കുരിശൻ്റെ ഒന്നിൽ നിന്ന് വന്നൊക്കെ വെറുതെ നോക്കി ഇങ്ങനെ നിന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു, ഞാൻ അന്ന് അച്ഛൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാനൊരാവശ്യവും ഞാൻ പറഞ്ഞില്ല. പക്ഷേ എനിക്കിപ്പോൾ ആവശ്യം വേണ്ട, എൻ്റെ മദ്യപാനം എനിക്ക് നിർത്തി തരണം, എനിക്ക് നിർത്തി തന്നേ മതിയാവും എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ട്, വല്ലാതെ കരഞ്ഞിട്ടൊന്നുമില്ല, എന്നെ കൊണ്ട് നിർത്തിച്ചതെന്ന് പറഞ്ഞു. അത് കരഞ്ഞു. 16-ാം തീയതി മുതൽ പിന്നെ എനിക്ക് കുടിക്കേണ്ടി വന്നില്ല. അത് എന്താണെന്നുള്ളത് സത്യം എനിക്കറിയില്ല. മറ്റ് ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ മാല ഇടുമ്പോൾ മാത്രമേ ഞാൻ കുടിക്കാതെ വന്ന ദിവസമുള്ളൂ. മാല സ്പോട്ടിൽ എന്തേ കളവ് പറഞ്ഞിട്ട് മാല ഊരുക, ഞാൻ എപ്പോഴെത്തുന്നു അപ്പം നേരെ പോകുക, കള്ള് എവിടെ നിന്ന് കിട്ടുമോ അത് വാങ്ങാൻ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഞാൻ ഇനിയിപ്പോൾ കള്ള് കുടിക്കുന്നത് കണ്ടാൽ എൻ്റെ സ്വന്തം അടുത്തിരുന്നൊരു കൂട്ടുകാർ കുടിക്കുന്നത് കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ല. എന്താ സംഭവിച്ചതെന്ന് എനിക്കല്ല. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു മിറക്കിൾ സംഭവിച്ചു. വരില്ല എന്ന് പറഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞു, പിന്നെ ഞാൻ അങ്ങനെ കുടി നിർത്തിയെന്ന്. അപ്പോഴേ ഞാൻ കുടി നിർത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു കുടി നിർത്തി. എൻ്റെ ഭാര്യ വിശ്വസിച്ചില്ല. ഒരുപാട് കേട്ടതാ ഞാൻ ഇനി കുടിക്കില്ല, ഞാൻ കുടി നിർത്തിയെന്ന്. ഭാര്യ പറഞ്ഞ്, നിങ്ങൾ എന്ന് 1 ലക്ഷം ഉണ്ടാക്കുമെന്നോ അന്ന് ഞാൻ വരും. 10 മാസം കഴിഞ്ഞിട്ട് അവൾക്ക് അറിയാൻ ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ ഈ കഴിഞ്ഞ ഏപ്രിൽ 2-ാം തീയതി 1-ാം തീയതി ഇവൾ എനിക്ക് 31-ാം തീയതി മാർച്ച് 31-ാം തീയതി എനിക്ക് ചെറിയൊരു സംഖ്യ ലോട്ടറി അടിച്ചു. ആ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആലപ്പുഴയിലോട്ട് വരാം, ഞാൻ കായംകുളമാവണമെന്ന്. പത്തനാപുരത്താണ് ഞാൻ പണിയെടുക്കണേ. ഞാൻ പറഞ്ഞു ആലപ്പുഴ പോകാമെന്ന്. എൻ്റെ ലക്ഷ്യം ഇവിടെ കൊണ്ടുവരിക എന്നുള്ള. അപ്പോൾ ആലപ്പുഴ ഇറങ്ങിയാൽ മതി അറിഞ്ഞ് രാത്രിത്തെ വണ്ടി കയറി പുലച്ചയ്ക്ക് അവൾ വന്നിറങ്ങി. അവൾ ബസ് സ്റ്റാൻഡിൽ വന്നൊക്കെ എന്നെ വെയിറ്റ് ചെയ്തു. ഞാൻ പത്തനാപുരത്ത് നിന്ന് എത്തുന്നവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ വന്നു. ഇവിടെ ഒരു വീടിൻ്റെ അവിടെ നിന്ന് റൂമെടുത്തു, ഞങ്ങളിവിടെ താമസിച്ചു. ഇവിടെ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ അവിടുന്ന് ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി. പിറ്റേന്ന് എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വരുന്നുണ്ട്. ഞാൻ അങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ അവർ നാളെ എത്തുമെന്ന് അറിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വന്നു, കണ്ടു, സന്തോഷമായി പോയി. ഇവളും പോയി. ഞാൻ തിരിച്ച് എൻ്റെ സൈറ്റിലേക്കും പോയി. പിന്നീട് ഞാൻ വീട്ടിലേക്ക് വരണമെന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് അന്ന് പറഞ്ഞൊരു വർത്താനാണ് എനിക്ക് അറിയാം. അവളെന്നെ ഉപേക്ഷിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. എൻ്റെ അമ്മയോട് പറയാം, അമ്മേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വീട്ടിലേക്ക് ഞാൻ കാലുകുത്തുമെന്ന്. അപ്പോൾ അവളെ മുമ്പ് തീരുമാനമെടുത്ത് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള തീരുമാനം അവൾ എടുത്തിരിക്കുന്നു. എനിക്ക് മനസ്സിലായതാണ്. അന്നേരം എനിക്ക് അത് മാതാവ് വെളിപ്പെടുത്തിയിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളോട് മാതാവ് ഇങ്ങനെ നിർത്തിയെങ്കിൽ നോക്കി കുറച്ച് ഇതോടെ പറഞ്ഞു, ഞാൻ മാതാവുണ്ട് എൻ്റെ കൂടെ, നീ എൻ്റെ കൂടെ വരും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കാണാം എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നേരിട്ട് കാണാം, ഓക്കെ. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മാതാവ് തന്നു. എത്ര നന്ദി, ഇങ്ങനെ ഇപ്പോൾ കോടാനുകോടി നന്ദി എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും എനിക്ക് തീരില്ല നന്ദി. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും എല്ലാം ഞാൻ ചെയ്യേണ്ടത്. ഒരു പാവപ്പെട്ടവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ടൈമുണ്ട്, ഒരു നിശ്ചിത സമയമുള്ളൂ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള എല്ലാ ഇതും ചെയ്യേണ്ട പേപ്പർ ഞാൻ വിതരണം ചെയ്യാറുണ്ട്. പാവപ്പെട്ടവരെ ഞാൻ സഹായിക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നതിൻ്റെ കൂടെ പറ്റുന്നവർക്ക് കൂടെ പോയിട്ട് സഹായിക്കണം. പിന്നെ അവിടെ നിന്ന് കാണുന്നവരൊക്കെ സഹായിക്കണം. പറ്റുന്ന അവസരത്തിൽ എല്ലാ സഹായവും ഞാൻ ആദ്യവും ചെയ്യലുണ്ട്, ഇപ്പോഴും ചെയ്യലുണ്ട്. എന്തായാലും എനിക്ക് ഇപ്പം നല്ലൊരു ജീവിതം തന്നു. എല്ലാവർക്കും എന്നെ കൊണ്ട് ആദ്യത്തെക്കാൾ ഇരട്ടി സന്തോഷമായി. ഞാനിങ്ങനെ മാറും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. ശബരിക്ക് എന്ത് മാറാ, എല്ലാവരോടും ഞാൻ പറയേണ്ടത് വിട്ടോ, ഇങ്ങനെ തന്നെ പറഞ്ഞേ. അവിടെ ഒരു മാതാവുണ്ട്, നിങ്ങൾ പോയാൽ രക്ഷപ്പെടും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ബാക്കിയെല്ലാം മാതാവ് നോക്കിയോളും. പക്ഷെ നിങ്ങൾ പോയേ പറ്റൂ. എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അവിടെ നേരിട്ട് പോയി അനുഭവിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരോടും. എന്ത് സംഭവിച്ചാലും അമ്മ വിളിച്ചു പറയും, അവിടെ ഇങ്ങനെ സംഭവം. ഞാൻ പറയും ഇവിടെ കൃപാസന അമ്മയെ പോയി കാണാൻ പറയും. അങ്ങനെ ഇപ്പം തന്നെ പറയാറ്, വേറെ ഒന്നും ഞാൻ പറയില്ല. അതുകൊണ്ട് എനിക്കെന്തായാലും നല്ല ഇത് കിട്ടിയത്, ഈ അനുഗ്രഹം കിട്ടിയത് എൻ്റെ മാതാവും എൻ്റെ ഈശോ തമ്പുരാനാണ് എനിക്ക്